ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ സെറ്റ് എന്ന് പറയുന്നത് ക്രേപ്പ് സിൽക്ക് മെറ്റീരിയലിൽ യോക്ക് പോർഷനിൽ സിമ്പിൾ ആയിട്ട് സെയിം ഷെയ്ഡിൽ തന്നെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കാണ്. സെയിം ഇതൊരു പീച്ച് ഷെയ്ഡാണ്. ആ പീച്ച് ഷെയ്ഡിൽ തന്നെ ബീഡ്സും സീക്വൻസ് വർക്കും കൂടെ സിമ്പിൾ ആയിട്ട് ഒരു യു പാറ്റേണിൽ യോക്ക് പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നു. നെക്ക് സ്പേസ് കട്ട് ചെയ്യാനുള്ള ആ ഒരു നെക്ക് ലൈൻ്റെ ലോവറിലായിട്ടാണ് ഹാൻഡ് വർക്ക് വന്നേക്കുന്നത്. സെയിം മെറ്റീരിയലിന്റെ ബാക്ക് സൈഡും ഒക്കെ പിന്നെ ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ട് വരുന്നു. സെയിം മെറ്റീരിയലിന്റെ തന്നെ ദുപ്പട്ട ഫുള്ളായിട്ട് വർക്ക്. ദുപ്പട്ടയിൽ വന്നേക്കുന്നത് കമ്പ്യൂട്ടർ എംബ്രോയിഡറി, ആ സെയിം ഷെയ്ഡിൽ പീച്ച് ഷെയ്ഡിട്ട് തന്നെ ഫുൾ ത്രെഡ് വർക്ക് വരുന്നു. കൂടാതെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, ഈ ഒരു മെറൂണും പീച്ചും കൂടെ ചേർന്ന് ഈ ഒരു ഫ്ലവറിന്റെ വർക്ക് ഫുൾ ദുപ്പട്ടയിൽ വരുന്നു. രണ്ട് സൈഡ് എൻഡ് പോർഷനിലായിട്ട് സെയിം ഷെയ്ഡിൽ വരുന്ന ലേസ് കൊടുത്തേക്കുന്നു. ഈ ഒരു ബോർഡർ ആണെങ്കിലും നല്ല തിക്കായിട്ടുള്ള ഒരു പൈപ്പിംഗ് പോലത്തെ സ്റ്റിച്ച് കൊടുത്ത് രണ്ട് സൈഡും ബോർഡറും നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിളായിട്ട് വരുന്ന ഈ ഒരു ഹാൻഡ് വർക്കും ഹെവി ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. മെറ്റീരിയൽ നല്ല ഫ്ലോ ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ, വണ്ണം ഒന്നും തോന്നാത്ത വിധം ഫ്ലോയിൽ കിടക്കുന്ന ഒഴിയ മെറ്റീരിയലാണ് ക്രേപ്പിന്റെ. ദുപ്പട്ടയും അതേപോലെ തന്നെ ഫുൾ ഫ്ലോ ആയിട്ട് കിടക്കുന്നു. ഇതിന് ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം. ഇതിന്റെ റേറ്റ് വരുന്നത് 1890. അപ്പൊ ഇതിന്റെ ഇനി അടുത്ത ഷെയ്ഡ്സ് എന്ന് പറയുന്നത് അടുത്ത ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അതിൽ ഹാൻഡ് വർക്ക് വരുന്നതും ലാവൻഡർ തന്നെ ബീഡ്സും ആ ഒരു ഷെയ്ഡിൽ തന്നെ സീക്വൻസും കൂടെ കൊടുത്ത് സിമ്പിൾ ആയിട്ടൊരു ഹാൻഡ് വർക്കാണ് യോക്ക് പോർഷനിൽ കൊടുത്തേക്കുന്നത്. ഈ മെറ്റീരിയലിന്റെ തന്നെ ദുപ്പട്ടയിൽ കമ്പ്യൂട്ടർ എംബ്രോയിഡറി വരുന്നു. ഈ ഒരു ഫ്ലവറിന്റെ വർക്ക് എല്ലാ സെറ്റിലും ഒരേ ഷെയ്ഡിൽ തന്നെയാണ്, ഒരേ കളർ ഷെയ്ഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതാ ഒരു ഷെയ്ഡ് ബോട്ടം, സാൻഡൂൺ ലാവൻഡർ തന്നെ വരുന്ന ബോട്ടം. അടുത്ത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. അതിലും സെയിം തന്നെ വർക്ക് വരുന്നു. ദുപ്പട്ട സെയിം മെറ്റീരിയലിന്റെ തന്നെ ഒത്തിരി അങ്ങ് വീതി കൂടുതലൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന വീതിയിലുള്ള ദുപ്പട്ടയാണ്. 2 സൈഡ് ഇടാനാണേലും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ ഈ ഫുൾ വർക്ക് ഇങ്ങനെ വരും. നല്ല ലെങ്ത്തിലൊക്കെ നമുക്ക് ഈ ടോപ്പ് തയ്ക്കാൻ നല്ല ലെങ്ത് ഉണ്ട്. ദുപ്പട്ട ആണെങ്കിലും ലെങ്ത്തിൽ കിടക്കുന്നു. ബോട്ടം സാൻഡൂൺ ഗ്രീൻ ഷെയ്ഡ്. ഇനി അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെ വരും, ലൈറ്റ് ബ്ലൂ. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്, ഒത്തിരി തിക്കായിട്ട് വരുന്ന വർക്കല്ല. എന്നാൽ ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട്. ദുപ്പട്ട ബോട്ടം സാൻഡൂൺ ബോട്ടം, ഈ ഒരു ഷെയ്ഡ്. ഇനി ലാസ്റ്റ് ഷെയ്ഡാണ് അടുത്തത്. അതും ഒരു സിമെന്റ് ഗ്രീൻ ഷെയ്ഡ്. ഇങ്ങനെ വരും, ഗ്രീന് സെയിം ഷെയ്ഡിൽ തന്നെ നിൽക്കുന്ന ദുപ്പട്ട വരുന്ന ബോട്ടം. ഇത്രയും ഷെയ്ഡ്സ് ആണ് ഈ ഒരു സെറ്റിങ്ങിന്റെ നമുക്ക് വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.